തിയേറ്ററിൽ വൻ വിജയം കൊയ്ത സിനിമയാണ് ആടുജീവിതം അല്ലേ? പൃഥ്വിരാജിന്റെ കരിയറിൽ തന്നെ അടയാളപ്പെടുത്താവുന്ന ഒരു കഥാപാത്രമാണ് അതിലെ നജീബ്. ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ ചിത്രത്തിന്റെ കഥ 10 വരിയിൽ എഴുതിയിരിക്കുകയാണ് കോഴിക്കോട് മന്ദരത്തൂർ എൽ പി സ്കൂൾ വിദ്യാർത്ഥിനി നന്മ തേജസ്വിനി എന്ന കൊച്ചുമിടുക്കി. നോട്ട്ബുക്കിൽ കുട്ടി എഴുതിയ കഥയുടെ ചിത്രം ബെന്യാമിൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. അഞ്ജന സുകുമാരൻ ചേരുന്നു. ഒപ്പം ഗുഡ് മോർണിംഗ് അഞ്ജന, നമ്മൾ ഈ വലിയ കാര്യങ്ങളൊക്കെ ചുരുക്കി എഴുതുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ സ്കില്ലുള്ള കുട്ടിയാണ് എന്ന് എടുത്തു പറയണം. അതെ മോദി, തീർച്ചയായിട്ടും മലയാളത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു നോവൽ, ആ നോവലിനെ അടിസ്ഥാനപ്പെടുത്തി വർഷങ്ങൾ കൊണ്ട് ചിത്രീകരിച്ചൊരു സിനിമ. അതിൻ്റെ ഒരു കഥയാണ് കോഴിക്കോട് സ്വദേശിയായ 4ാം ക്ലാസ്സുകാരിയായിട്ടുള്ള നന്മ തേജസ്വിനി ഇത്ര മനോഹരമായിട്ട് വെറും 10 വാക്കുകൾ കൊണ്ട് ചുരുക്കി എഴുതിയിരിക്കുന്നത്. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. എത്ര മനോഹരമായിട്ടാണ് ഇത്ര വലിയൊരു നോവലിനെ, അതും സിനിമയായൊരു സംഗതി, അതിന് ഇത്ര മനോഹരമായിട്ട് ഒരു 10 വരിയിൽ ആ കുട്ടി ചുരുക്കി എഴുതിയിരിക്കുന്നത്. വളരെ മനോഹരമായിരുന്നു. കുട്ടി ഇപ്പോൾ 4ാം ക്ലാസ്സിലാണ്. വെക്കേഷൻ സമയത്ത് അധ്യാപകനാണ് നിർദ്ദേശിച്ചത് കണ്ട സിനിമയെ പറ്റി ചുരുങ്ങിയ വാക്കുകളിൽ അല്ലെങ്കിൽ ഒരു കുറിപ്പായിട്ട് എഴുതിക്കൊണ്ടുവരാനായിട്ട്. അപ്പോൾ നന്മ തിരഞ്ഞെടുത്തത് ആടുജീവിതമായിരുന്നു. അപ്പോൾ അധ്യാപകൻ ശ്രീജിത്ത് ഇത് വായിക്കുകയും വളരെ കൗതുകം തോന്നുകയും ചെയ്തു. അദ്ദേഹമാണ് ഈ ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ആദ്യം പങ്കുവച്ചത്. ഇത് കാണാനിടയായ ആടുജീവിതത്തിൻ്റെ തന്നെ എഴുത്തുകാരൻ ബെന്യാമിൻ ഈ ഒരു കുറിപ്പിനെ സോഷ്യൽ മീഡിയയിൽ കൂടെ വൈറലാക്കുകയായിരുന്നു. അദ്ദേഹം പോസ്റ്റ് ചെയ്തു. അപ്പോൾ നിരവധി പേരിലേക്ക് ഈ ഒരു കുറിപ്പ് എത്തുകയും ഒട്ടനവധി ആളുകൾ ഇത് കാണുകയും വായിക്കുകയും ഒരുപാട് കമൻറ്റ്സ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്മയുടെ ഒരു കുറിപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ ഒരു കുറിപ്പ് കണ്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ മികവിൻ്റെ കൂടെ ഒരു കാര്യമാണ് നന്മയിൽ കൂടെ ആളുകൾ കണ്ടെന്നത്. സത്യമാണ്, സംഗതി കാര്യമാണ്. കാരണം നമ്മൾ അറിയുന്ന കഥ അല്ലെങ്കിൽ നമ്മൾ കേട്ട കഥ ചുരുങ്ങിയ രൂപത്തിൽ അത് എഴുതുക, അതിൻ്റെ പൂർണ്ണ അർത്ഥം വന്നുകൊണ്ട് എങ്ങനെ എഴുതുക എന്നൊക്കെയാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കൂടെ നമ്മൾ പഠിക്കേണ്ടത്. അതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് നന്മയുടെ ഈ ഒരു ചെറിയ കുറിപ്പ്.